അതെ, പ്രഭാഷണം തുടരാൻ കേട്ടോ. അതായത് നമ്മുടെ യൂബർ ടാക്സിയും സാധാരണ ടാക്സി ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അടുത്ത ദിവസങ്ങളായിട്ട് കുറേ കണ്ടു. കുറേ ആൾക്കാർ തമ്മിൽ തല്ലുന്നു, യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിടുന്നു, ധൈര്യം കൊണ്ട് കയറ്റല എന്നൊക്കെ പറഞ്ഞു. എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കേരളത്തിലേക്കൊരു പ്രസ്ഥാനം യൂബറാണല്ലോ ഓലയായാലും വന്നപ്പം ഈ നിയമനിർമ്മാണമൊക്കെ അന്ന് അറിയില്ലായിരുന്നു ഈ മന്ത്രിമാർക്കൊന്നും. ഇത് കുറേ ആളുകൾ യൂബർ ഓടിക്കാൻ വേണ്ടി വണ്ടി എടുത്ത് ലോണിൻ്റെ മുകളിൽ ലോണും എടുത്ത് വണ്ടികൾ ഇറക്കിയിട്ട് ഇപ്പം ഗണേഷ് കുമാർ മന്ത്രി പറയുകയാണ് അതിനൊരു നിയമമില്ല, ഓടാൻ പറ്റില്ല. അത് കേൾക്കാനിരിക്കുന്ന കുറേ ആൾക്കാർ. ഞാൻ എല്ലാവരോടും ഒന്ന് കാര്യം ചോദിച്ചോട്ടെ. കേരളത്തിലേക്ക് ഈ യൂബർ ഓലയും വന്നപ്പം എന്തുകൊണ്ട് ആരും അന്ന് പ്രതിഷേധിച്ചു എന്നെനിക്കറിയാം. പക്ഷേ അതിന് നിയമനിർമ്മാണം നടത്താൻ എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല? ഈ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഒരു നിയമനിർമ്മാണം ഇല്ല, അല്ലെങ്കിൽ അത് നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ യൂബർ ടാക്സിക്കാർ, ഞാൻ സൈഡ് പറഞ്ഞതല്ല, അവരുടെ അരിപ്രശ്നമാണ്, ഈ പറഞ്ഞ ടാക്സിക്കാരുടെ അരിപ്രശ്നമാണ്, ശരിയല്ലേ? അപ്പോൾ രണ്ടുപേരും ഇവിടെ കിടന്ന് തമ്മിൽ തല്ലാണ്ട് അതിന് സർക്കാരുകൾ അതിൻ്റെ നിയമനിർമ്മാണം എത്രയും പേര് നടത്തുകയെന്ന് പറയുള്ളൂ. കാരണം ഇവർ ഒരു ടൂറിസ്റ്റുകൾ വരുമ്പോൾ, ഇനി തൊട്ട് ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുമ്പോൾ തന്നെ പ്രശ്നങ്ങളാണെങ്കിൽ എന്ത് പറ്റും? ഇനിയിപ്പോൾ ടൂറിസ്റ്റ് സീസൺ വരാൻ പോവാണ്. അപ്പോൾ അവരുടെയും വരവൊക്കെ കുറയും. ഇതെല്ലാവർക്കും ബാധിക്കുന്ന വിഷയമാണ്. ടൂറിസ്റ്റുകൾ വന്നില്ലെങ്കിൽ അതിനെ ആശ്രയിച്ച് കഴിയുന്ന കടക്കാരും അല്ലെങ്കിൽ ഹോട്ടലുകാരും ഇതെല്ലാം പ്രശ്നങ്ങളാണ്. ഒരു ഫ്ലൈറ്റ് യാത്രയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ട്രെയിൻ യാത്രയിൽ പോകുമ്പോൾ തടയുക, വഴിക്ക് ഇറക്കി വിടുക, അതൊന്നും നടപടിയുള്ള കാര്യമാണോ? ഇതൊക്കെ എന്താ പറയണേ, ഞാൻ ചോദിക്കണ എത്ര ഉള്ളൂ. നിയമനിർമ്മാണം ഇത്രയും കൊല്ലം, ഇപ്പോൾ എത്ര കൊല്ലമായി നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. യൂബർ അല്ലേ നടത്താതെ ഒരു സുപ്രഭാതത്തിൽ നിയമം കൊണ്ടല്ല ഓടുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും ഒരു നശിക്കാനുള്ളൊരു തീരുമാനങ്ങളാണ്. രണ്ട് വിഭാഗവും, രണ്ടുപേരും അരിമേടിക്കാൻ വേണ്ടിയാണ് ഈ പണിക്കിറങ്ങുന്നത്, ശരിയാണ്. പക്ഷേ ഇത് നോക്കേണ്ട നിയമങ്ങൾ വെറും നോക്കൂത്തികളായിട്ട് ആദ്യം നിന്നിട്ട് ഇത്രയും അവസാനമായപ്പം നിയമമില്ല, അല്ലെങ്കിൽ അത് അവർക്ക് രജിസ്ട്രേഷൻ വേണം, കുറച്ച് പൈസ സർക്കാരിന് കൊടുക്കണം എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമൊന്നും തോന്നുന്നില്ല.